നീ ഇപ്പഴും ജീവിച്ചിരിപ്പണ്ടാ? കുറച്ചു കഴിഞ്ഞ് എന്നെ തൂക്കിക്കൊല്ലും. This is no way of blogging, bathroom blogging. ഇതൊരു അന്ത്യമില്ലേ? ആരും ഓഫ് ചെയ്തിട്ട് പോവല്ലേ? ഇത് ഒരു റിയാക്ടിങ് വീഡിയോ ആണ്. പോയി വേറെ വല്ല പണിയുണ്ടോന്ന് നോക്കടാ ഇട്ടി കണ്ടപ്പാ. കമന്റ് റിയാക്ഷൻ. അപ്പം യൂട്യൂബിന്റെ സ്റ്റൈലിൽ തന്നെ ആയിക്കോട്ടെ കമന്റ് റിയാക്ഷൻ. അപ്പം കമന്റ്സ് നോക്കാൻ നമ്മുടെ യൂട്യൂബ് ആന്റിയെ തന്നെ വിളിക്കാം. തോമസ് കുട്ടി പെണ്ണുങ്ങളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നിരിക്കും. എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. 30 രൂപയുടെ കണ്ണാടി വാങ്ങിയവന് 50 രൂപയുടെ ഹെഡ്ഫോൺ എവിടെ കിട്ടുമെന്നായിരുന്നു ചോദ്യം. അത് ശരിയാ. കാലത്ത് കണ്ണാടിയൊന്നും ഇല്ലാതെ പറ്റത്തില്ല ബ്രോ. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടു. നിനക്ക് ഇത് നിനക്കെന്താ അസുഖം? അപ്പൊ ഞാൻ ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു തരാം. ഹരിതാ നായരുടെ ആയിരിക്കും 8ാമത്തെ ക്ലിപ്പ്. നിങ്ങൾ അത് നോക്ക്, അതും ബാത്റൂം ആണോന്ന് അറിയട്ടെ. നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. ബാത്റൂം എന്ന് പറയുമെങ്കിൽ നിങ്ങൾ അതിനെ എന്ത് പറയും? ചന്തി കാണിച്ചു എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച? വേണ്ട, ചന്തിന്ന് എഴുതണ്ട, കുണ്ടീന്നാണല്ലോ. അപ്പച്ചാ, ആ ഉപമ മാത്രം പറയരുത്, അത് എനിക്കിട്ടാ കൊള്ളുന്നേ. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് ഇത് ബാത്റൂം ആണോ, ബാത്റൂമിൽ നിന്നാണോ വീഡിയോ എടുത്തത്. എന്നെ അറിയാവുന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബാത്റൂം അല്ല, ഇത് ടാറ്റു സ്റ്റുഡിയോക്ക് വേണ്ടി പണിഞ്ഞിട്ടേക്കുന്ന ഒരു ഫ്ലോറാ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ടു. ഇത്രയും കമന്റ്സ് ഒന്നും അല്ലായിരുന്നു. കമന്റ്സ് ഒരു 90,000 മേല് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തോ എങ്ങനെ 90,000 മേല് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. 90,000 മേല് കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഞാൻ വളർന്നു വന്നൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ടിക്ടോക്ക്. അപ്പം അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ പറയുള്ളൂ തെണ്ടി. പണ്ട് ട്രോളൊക്കെ കിട്ടി ആകെ സെഡായിട്ട് ഞാൻ ടിക്ടോക്ക് നിർത്തി പോകുന്നെന്ന് പറഞ്ഞ് വീഡിയോ വരെ ഇട്ടിട്ടുണ്ട്. ബൈ പറഞ്ഞു പോയാൽ പോണം, പിന്നെ വലിഞ്ഞേറി വരല്ലേ പ്ലീസ്. ബൈ പറഞ്ഞു പോയാൽ ബൈ ബൈ. ഇപ്പം അർജുൻ ടിക്ടോക്കിനെ മോശമാക്കി പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ ഒരു പ്ലാറ്റ്ഫോമിനെ മോശമാക്കി കാണുന്നതും അതിലുള്ളവരെല്ലാം ബാഡാന്നുള്ള രീതി, ഒരു വേറൊരു രീതിയിലാണ് ഇവൻ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ. അപ്പം ഒരാളെ ട്രോളുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ട്രോൾ ആയിക്കോട്ട്, ഫണ്ണായി. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ബൈ ബൈ.